കഥ പണത്തേക്കാൾ വലുത് സ്നേഹം. മലപ്പുറത്തെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് അമാൻ താമസിച്ചിരുന്നത്. ഉപ്പ ഒരു കൂലിപ്പണിക്കാരനും ഉമ്മ വീട്ടമ്മയുമായിരുന്നു. വീട്ടിൽ സമ്പത്തൊന്നുമില്ലെങ്കിലും സ്നേഹത്തിന് ഒരു കുറവുമില്ലായിരുന്നു. പഠിച്ച് നല്ലൊരു ജോലി നേടി ഉപ്പയും ഉമ്മയും സന്തോഷിപ്പിക്കണം എന്നതായിരുന്നു അമാൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഡിഗ്രി പഠനത്തിനായി അവൻ നഗരത്തിലെ കോളേജിലെത്തി. അതേ കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിനിയായിരുന്നു ആയിഷ. നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ മകൾ. കോളേജിൽ എല്ലാവർക്കും പരിചിതമായ മുഖം. പക്ഷേ സമ്പത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ അഹങ്കാരം അവൾക്കുണ്ടായിരുന്നില്ല. ഒരു ദിവസം ലൈബ്രറിയിൽ വച്ചാണ് അമാനും ആയിഷയും ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും. ജസാക്കല്ലാഹ് എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞ ആ വാക്ക് അമാൻ്റെ മനസ്സിൽ പതിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ക്ലാസ് ഗ്രൂപ്പ് പ്രൊജക്റ്റുകൾ, ലൈബ്രറി പഠനം, കോളേജ് പരിപാടികൾ. അതിലൂടെ ഇരുവരും നല്ല സുഹൃത്തുക്കളായി. അമാൻ ഒരിക്കലും തൻ്റെ വീട്ടിലെ അവസ്ഥ മറച്ചു വെച്ചിരുന്നില്ല. പഴയ ബൈക്കിലും സാധാരണ വസ്ത്രങ്ങളിലുമായിരുന്നു അവൻ കോളേജിൽ വന്നിരുന്നത്. ഒരു ദിവസം കോളേജ് ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോൾ ആയിഷ ചോദിച്ചു, അമാൻ, നിനക്കൊരിക്കലും പണക്കാരനാകണമെന്ന് തോന്നിയിട്ടില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പണം വേണം, പക്ഷേ മനുഷ്യരെ മറക്കാൻ പാടില്ല. എനിക്ക് ആദ്യം ഉമ്മയെയും ഉപ്പയും സന്തോഷിപ്പിക്കണം. ആ മറുപടി ആയിഷയുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടി. കാലം കടന്നു. സൗഹൃദം പതിയെ പ്രണയമായി മാറി. ഒരു വൈകുന്നേരം കോളേജിലെ പള്ളിയുടെ മുറ്റത്ത് ആയിഷ പറഞ്ഞു, അമാൻ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അമാൻ കുറച്ചുനേരം മിണ്ടാതെ നിന്നു. എനിക്കും, പക്ഷേ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയാം. ആയിഷ പുഞ്ചിരിച്ചു. സ്നേഹത്തിന് മുന്നിൽ അതൊന്നും വലുതല്ല. പഠനം കഴിഞ്ഞ ശേഷം അമാൻ ഒരു ചെറിയ സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. വലിയ ശമ്പളമൊന്നുമില്ലായിരുന്നു. പക്ഷേ കഠിനാധ്വാനവും സത്യസന്ധതയും അവനെ എല്ലാവർക്കും പ്രിയങ്കരനാക്കി. അതിനിടയിലാണ് ആയിഷയുടെ വീട്ടിൽ വിവാഹാലോചനകൾ തുടങ്ങിയത്. അവൾ തൻ്റെ വീട്ടിൽ അമാനെക്കുറിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ വാപ്പയുടെ മുഖം മാറി. ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനെയാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത്? വീട്ടിൽ ശക്തമായ എതിർപ്പുയർന്നു. ആയിഷ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വാപ്പ, അവന് പണമില്ല, പക്ഷെ നല്ല മനസ്സുണ്ട്. പക്ഷേ ആരും അത് കേട്ടില്ല. അമാൻ ഇതെല്ലാം അറിഞ്ഞപ്പോൾ ആയിഷയോട് പറഞ്ഞു, നിന്റെ വീട്ടുകാരെ വിഷമിപ്പിച്ച് എനിക്ക് നിന്നെ വിവാഹം കഴിക്കണ്ട. ഞാൻ കാത്തിരിക്കും. അതിനുശേഷം അവൻ കൂടുതൽ കഠിനമായി ജോലി ചെയ്തു. അവധി ദിവസങ്ങളിൽ പോലും അധിക ജോലികൾ ഏറ്റെടുത്തു. ഉപ്പയുടെ കടങ്ങൾ പതിയെ വീട്ടി. ഉമ്മക്ക് മരുന്നുകൾ വാങ്ങി. ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിനും ചെറിയ സഹായങ്ങൾ നൽകി. ഇതൊന്നും അവൻ ആരോടും പറഞ്ഞിരുന്നില്ല. ഒരു ദിവസം ആയിഷയുടെ വാപ്പ കാറിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കവേ പെട്ടെന്ന് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അപ്പോൾ അതുവഴി വന്ന അമാൻ അത് കാണുകയും അവരെ വളരെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർ പറഞ്ഞു. തൻ്റെ ജീവൻ രക്ഷിച്ചത് അമാനാണെന്ന് ആയിഷയുടെ വാപ്പ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ താൻ സഹായിച്ച വ്യക്തി ആയിഷയുടെ വാപ്പയാണെന്ന് അവൻ പിന്നീട് മാത്രമാണ് മനസ്സിലാക്കിയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം അമാൻ്റെ ഗ്രാമത്തിലെത്തി. ചെറിയ വീടും ലളിതമായ ജീവിതവും കണ്ടു. ഉമ്മ സ്നേഹത്തോടെ ചായ നൽകി. ഉപ്പ പറഞ്ഞു, ഞങ്ങൾക്ക് സമ്പത്തൊന്നുമില്ല സാർ, പക്ഷേ മകനെ നല്ലൊരു മനുഷ്യനാക്കാനാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്പർശിച്ചു. ഗ്രാമത്തിലെ പലരും അമാനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അവൻ ഒരാളെയും ചതിക്കില്ല, അവൻ എപ്പോഴും സഹായിക്കും, അവൻ്റെ വാക്ക് വിശ്വസിക്കാം. ആ ദിവസം മടങ്ങുമ്പോൾ ആയിഷയുടെ വാപ്പയുടെ മനസ്സിലെ അഹങ്കാരം അലിഞ്ഞു പോയിരുന്നു. വീട്ടിലെത്തി അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, പണം കൊണ്ട് നല്ല മനുഷ്യനെ വാങ്ങാൻ കഴിയില്ല. അടുത്ത ദിവസം അദ്ദേഹം അമാനെ വീട്ടിലേക്ക് വിളിച്ചു. അമാൻ ഭയത്തോടെയാണ് എത്തിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ വാക്കുകൾ അവനെ അത്ഭുതപ്പെടുത്തി. എൻ്റെ മകളെ സന്തോഷത്തോടെ നോക്കാൻ നിനക്ക് കഴിയുമോ? അമാൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇൻഷാ അള്ളാ, എൻ്റെ ജീവനുള്ളിടത്തോളം അവളെ ഞാൻ വിഷമിപ്പിക്കില്ല. ആയിഷയുടെ വാപ്പ പുഞ്ചിരിച്ചു. എങ്കിൽ ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. ആ നിമിഷം ആയിഷ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. മാസങ്ങൾക്ക് ശേഷം കുടുംബങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ അവരുടെ നിക്കാഹ് നടന്നു. വിവാഹ ദിവസം ആയിഷയുടെ വാപ്പ അമാൻ്റെ കൈപിടിച്ച് പറഞ്ഞു, മകനെ, ഞാൻ ആദ്യം കണ്ടത് നിന്റെ ദാരിദ്ര്യമായിരുന്നു. ഇന്ന് ഞാൻ കാണുന്നത് നിന്റെ സ്വഭാവവും ആത്മാർത്ഥതയുമാണ്. അമാൻ ആദരവോടെ അദ്ദേഹത്തിൻ്റെ കൈ ചുംബിച്ചു. ജീവിതം പിന്നീട് വലിയ സമ്പത്തിലല്ല മുന്നോട്ട് പോയത്. പക്ഷേ പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും ബഹുമാനത്തിലും അവർ സമ്പന്നരായിരുന്നു. ഗുണപാഠം: സമ്പത്ത് ജീവിതത്തെ സൗകര്യപ്രദമാക്കും, പക്ഷേ ആത്മാർത്ഥമായ സ്നേഹവും നല്ല സ്വഭാവമാണ് ഒരു കുടുംബത്തെ യഥാർത്ഥത്തിൽ സന്തോഷമുള്ളതാക്കുന്നത്.